വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെറുമോളെ മേക്കപ്പ് ചെയ്യുന്ന പണിയാണ്. എന്താണെന്ന് വെച്ചാൽ മെറുമോക്ക് പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒഴുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെറുമോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കാജൽ കൊണ്ട് മെറുമോളിലെ കണ്ണിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ആദ്യം വരച്ചു കൊടുത്തിട്ട് ഐലൈനറും കൊണ്ട് എഴുതിയാൽ കുഴപ്പമില്ല. അതിൻ്റെ പുറകിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ഞാൻ ശരിയാണോ നോക്കി. അപ്പം മെറുമോളുടെ അവിടെ പിരുകത്തിൻ്റെ അവിടെ എന്തോ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെറുമോളിലെ ചുണ്ടിൽ ലിബാമാണ് ഇട്ടത്. അത് കൊറിയയിലെ ഒരു ലിബാമാണ്. ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള കടയിൽ കിട്ടും. അപ്പോൾ ഞാൻ മെറുമോട് പറഞ്ഞു, മെറുമോടെ ഒന്ന് അങ്ങനെ ഒന്ന് ആക്കാൻ പറഞ്ഞു. അപ്പം മെറുമോക്കാണത് ആക്കാനും അറിയത്തില്ല. പിന്നെ എൻ്റെ കൈ കൊണ്ട് ഞാൻ പുരട്ടി കൊടുത്തു. അപ്പോൾ കൈ കൊണ്ട് പുരട്ടി കൊടുത്തപ്പം ആ ലിബാമിൻ്റെ ആ സാധനം പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് പിന്നെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ തുടച്ചു. എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഞാൻ നല്ലോണം മെറുമോളുടെ ചുണ്ടിൽ സ്പ്രെഡാക്കി കൊടുത്തു. അതുകഴിഞ്ഞിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ കൊണ്ട് മെറുമോൾക്ക് കണ്ണെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണെഴുതി മെറുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുമായിരുന്നു. പറഞ്ഞു, മെറുമോൾ ഒന്ന് ഇളകാതിരിക്കുക, ഇളകിയത് തെറ്റിപ്പോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മെറുമോൾ ഇളകാതെ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുമായിരുന്നു. അപ്പം ഈ കണ്ണെഴുതുമ്പോൾ നമ്മൾ സമയമൊന്നും നോക്കുന്നില്ലല്ലോ, സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, വേഗം സമയം കുറേ കഴിഞ്ഞു, വേഗം വാ. എന്നിട്ട് മെറുമോൾ അന്തം വിട്ട് കുന്തം പിഴിഞ്ഞതുപോലെയാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ എൻ്റെ പാട്ട് പുസ്തകമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ അച്ചാച്ചൻ അതിൻ്റെ ഇടയ്ക്ക് ചിരിപ്പിച്ചു. അപ്പോൾ ഞാൻ ചിരിപ്പിച്ച് എൻ്റെ ഫേസ്ബുക്കാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ മെറുമോളെ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ മെറുമോളോട് അച്ചാച്ചൻ പറഞ്ഞു, റോസ് ചേച്ചിനെയും കൂടെ വിളിച്ചിട്ട് വാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി കണ്ണടയൊക്കെ എടുത്ത് വെച്ചു. ആഹാ, കണ്ണട എടുത്തു വെച്ചോ, എന്നാൽ നമുക്കൊന്നും കൂടെ ഫോട്ടോ എടുത്താലോ എന്ന് അച്ചാച്ചൻ പറഞ്ഞു. താങ്ക് യു.